മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് +2 സുവോളജിയുടെ ക്ലാസ്സുകളാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരുന്നു. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സും ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു. ചാപ്റ്റർ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ആ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തത്. അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതെങ്ങനെ ആൻസർ ചെയ്യണമെന്നുള്ള കാര്യവും നമ്മൾ അതിൽ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ചാപ്റ്റർ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് അധികം എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് ഇതിന് സ്കോർ ചെയ്യാൻ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നതായിരിക്കും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊന്ന് ഞാൻ റിവൈസ് ചെയ്യാണ്. സെക്സ് എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചും പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ റീസൺസ്, നമുക്ക് എങ്ങനെ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ തടയാൻ കഴിയും, അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അത് ഒരു വലിയ ത്രെറ്റ് തന്നെയാണ് നമ്മൾ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന്. അപ്പൊ അതിനെ തടയാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റർ ആണ് നമ്മൾ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്. ദാറ്റ് ഈസ് കോൺട്രാസെപ്റ്റീവ്സ്, ദാറ്റ് ഈസ് ഗർഭനിരോധന മാർഗങ്ങൾ. അതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഇത് നമുക്ക് തന്നെ അറിയാം, ഈ പോപ്പുലേഷൻ വല്ലാതെ വർദ്ധിക്കുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇത്തരം മാർഗങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഇല്ലായ്മ ഒരു ഭാഗത്ത്, രണ്ടാമത്തെ ഒരു ഭാഗത്ത് മിസ്കോൺസെപ്റ്റുകൾ, തെറ്റിദ്ധാരണകൾ, അതുപോലെ മിത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, അല്ലെ, കുട്ടികൾ ഉണ്ടാകുന്നത് നമ്മളായിട്ട് തടയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ കോൺട്രസെപ്റ്റീവ്സ്, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചാൽ ഭയങ്കരമായ സൈഡ് എഫക്ട്സ് വരും എന്നുള്ള മറ്റൊരു ധാരണ. അതുപോലെ തന്നെ ഇതിനെ കുറിച്ചിട്ട് ഇത് എങ്ങനെ ഒരു സാധനം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉപകാരങ്ങൾ ഉണ്ടെന്നോ എന്നറിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിന് പുറകില്, ഇത് ഉപയോഗിക്കാത്തതിന്റെ പുറകില്. അപ്പോ അത്ര ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഗർഭനിരോധന മാർഗങ്ങൾ വൈഡായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്തത് തന്നെയാണ്. അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സൈഡ് എഫക്ട്സുകൾ ഇല്ലാത്ത മാർഗങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികള്, നമുക്കറിയാം കുട്ടികളുടെ എണ്ണം എന്നുള്ളത് ലിമിറ്റ് ചെയ്തതിലേക്കും അതുപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള ഏജ് സ്പേസിംഗ്, പ്രായ വ്യത്യാസം, അല്ലെ, ഒരു മിനിമം 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സെങ്കിലും മിനിമം വേണമെന്നാണ് പറയുന്നത് 2 കുട്ടികൾക്ക്. കാരണം ആദ്യത്തെ കുട്ടിക്ക് 2 വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡിംഗ് നൽകണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമുക്കൊരു 3 വയസ്സെങ്കിലും മിനിമം ഏജ് ഡിഫറൻസ് സെറ്റ് ചെയ്യാൻ, അതിൽ കൂടുതലും ആവാട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഏജ് സ്പേസിംഗ് നടത്താനും 2 കുട്ടികളായി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, +2 സുവോളജി കുട്ടികൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ല ഈ ചാപ്റ്റർ. എല്ലാവരും, അതായത് അഡോളസൻസിലുള്ളവരും മാരീഡ് ആയിട്ടുള്ളവരും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത്തരം ഇൻഫോർമേഷൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാല് നമുക്കത് കൃത്യമായിട്ട് കിട്ടിക്കോളന്നില്ല. നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാനും ഒരു മടി ഉണ്ടായിരിക്കും. ഇൻഫോർമേഷൻസ് കിട്ടുന്നത് റൈറ്റ് സോഴ്സിൽ നിന്ന് ആകണം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. +2 സുവോളജി കുട്ടികളാകുമ്പോൾ അവർക്ക് എക്സാമിന് കൂടി വേണം ഇത്. അല്ലാത്ത ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഗർഭനിരോധന മാർഗങ്ങളാണ്. അപ്പൊ പല തരത്തിലുള്ള ഗർഭനിരോധന മാർഗങ്ങളുണ്ട്. അപ്പൊ അതില് നമ്മള് ഓരോന്നായിട്ട് നമ്മൾ കവർ ചെയ്യും. അതിനു മുന്നേ ഒരു ഐഡിയൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്റെ കുട്ടികളോട് പറയുമ്പോൾ, ഐഡിയൽ കോൺട്രസെപ്റ്റീവ്സിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം? ഞാൻ സൂചിപ്പിച്ചു, ഇത് ഉപയോഗിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് അല്ലേ. അപ്പോ നല്ല ഒരു കോൺട്രസെപ്റ്റീവ്, ഐഡിയൽ ആയിട്ടുള്ള ഒരു കോൺട്രസെപ്റ്റീവിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? 2 മാർക്കിന്റെ ചോദ്യമാണ്. 1, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഉപയോഗിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം, അല്ലെ. കോംപ്ലിക്കേറ്ററി ആയിട്ടുള്ള യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതിനോട് താല്പര്യം കുറയും. മറ്റൊന്ന്, ഈസിലി അവൈലബിൾ ആയിരിക്കണം. എല്ലാവർക്കും ഏത് രീതിയിലും നമുക്കത് അവൈലബിൾ ആയിട്ടുള്ള സാധനം, അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ലഭിക്കുള്ളൂ, എത്രയോ ദൂരത്തു നിന്ന് സാധനം കൊണ്ടുവന്നിട്ട് വേണം, അങ്ങനെയുള്ളതല്ല. അത് ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഇഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ,
എന്ത് പർപ്പസിനാണോ നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത് അത് ഇഫക്റ്റീവ് ആയിരിക്കണം. അതായത് ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഗർഭധാരണം തടയുക എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ട് അത് ചെയ്യാൻ കഴിയണം. ദെൻ റിവേഴ്സിബിൾ ആയിരിക്കണം. ഒരു കപ്പിൾ ദമ്പതിമാര് പറയുകയാണ്, ഒരു വർഷത്തേക്ക് അവർക്ക് കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിച്ചു, കോൺട്രസെപ്റ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു വർഷത്തിന് ശേഷം അവർ എപ്പോഴാണോ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോ അത് ഉണ്ടാകണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അത് റിവേഴ്സിബിൾ ആയിരിക്കണം. തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകണം. അല്ലാത്ത രീതികളും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഐഡിയൽ കോൺട്രസെപ്റ്റീവ്സിന് ഇഫക്റ്റീവ് ആയിരിക്കണം, അത് റിവേഴ്സിബിൾ ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആവണം, യൂസർ ഫ്രണ്ട്ലി ആവണം, വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. ഒന്നുകിൽ സൈഡ് എഫക്ട് ഉണ്ടാവരുത്. പിന്നെ നമ്മൾ എന്തിനു പറയല്ലോ, ചെറിയ കുറ്റങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരില്ല എന്ന് പറയുന്ന പോലെ തന്നെ ചെറിയ കുറ്റങ്ങൾ മനുഷ്യന്മാർക്ക് മൊത്തം കുറ്റാന്ന് ആളുകൾ പറയുന്നുണ്ടാവും അല്ലെ. അപ്പോ മനുഷ്യന്മാരുടെ കാര്യമാണെങ്കിലും വസ്തുക്കളുടെ ടെക്നോളജിയുടെ കാര്യമാണെങ്കിലും എന്തിന് നമ്മൾ പറയാൻ ഗുണങ്ങളും ഉണ്ടാവും ദോഷങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ കോൺട്രസെപ്റ്റീവ്സിനാണെങ്കിലും ശരി എന്താണ് ചെറിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ ചെറിയ സൈഡ് എഫക്ട്സ്. പിന്നെ it also should in no way interfere with the sexual drive, desire and or the sexual act of the user. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ വീണ്ടും പോവാണ്. ചില ആളുകൾക്ക് അറിയാം കോൺട്രസെപ്റ്റീവ്സ് ഉണ്ട്, ഇത് ഉപയോഗിച്ചാൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? അതാണ് അവിടെ ഒരു മിത്ത് ആൻഡ് മിസ്കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഇത് അവരുടെ ആ സെക്ഷൽ ആക്ടിനെ, അതായത് ഇപ്പൊ ലൈംഗിക ബന്ധത്തിന് അല്ലെങ്കിൽ അതിന്റെ സംതൃപ്തിയെ വരെ അത് ബാധിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്ഷൽ ഡ്രൈവിനെ അല്ലെങ്കിൽ സെക്ഷൽ ഡിസയറിനെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ആക്ടിനെ ബാധിക്കും എന്നുള്ള ഒരു ചിന്തയും ആളുകളെ ഇത്തരം കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നതിൽ നിന്നും പുറകോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഐഡിയൽ കോൺട്രസെപ്റ്റീവ് ആവണമെങ്കിൽ അതിന് വേണ്ട ഗുണങ്ങൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ 4 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. അത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഇഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്, ഇൻ നോ വേ ഇന്റർഫിയർ വിത്ത് ദി സെക്ഷൽ ഡ്രൈവ്. അത്രയാണ് പോയിന്റ്സ് ഉള്ളത്. 5 പോയിന്റ്സ് കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് 4 പോയിന്റ്സ് എഴുതുന്നതിന് 2 മാർക്ക് കിട്ടും. ഇനി ഏതൊക്കെയാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്? ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് നമുക്ക് ബ്രോഡ് ആയിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 6 മെത്തേഡ്സ് ആണ് ഞാനിവിടെ പറയുന്നത്. 1 നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ്, 2 ബാരിയർ മെത്തേഡ്സ്, 3 IUDs, 4 ഓറൽ കോൺട്രസെപ്റ്റീവ്സ്, 5 ഇൻജെക്ടബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ്, 6 സർജിക്കൽ മെത്തേഡ്സ്. ഈ 6 രീതികളാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിന്റെ ബ്രോഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ദാറ്റ് മീൻസ് അതിന്റെ ഓരോന്നിന്റെ അടിയിൽ കുറച്ച് വേറെ കാര്യങ്ങൾ കൂടി വരും. നാച്ചുറൽ, ബാരിയർ, IUD, ഓറൽ, ഇൻജെക്ടബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ് ആൻഡ് സർജിക്കൽ മെത്തേഡ്സ്. ഇതിൽ പറഞ്ഞ ഈ ലാസ്റ്റ് 1 ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ റിവേഴ്സിബിലിറ്റി കൂടിയ കാര്യങ്ങളാണ്. ഞാൻ ഇതിൽ തന്നെ പറയാം. 1ാമത്തെ നാച്ചുറൽ മെത്തേഡ്സ്. നാച്ചുറൽ മെത്തേഡ്സില് നമ്മൾ പറയുന്ന കാര്യം, അതായത് വേറെ പ്രത്യേകിച്ചൊരു മെഷീൻസോ ടൂൾസോ എക്സ്റ്റേണൽ ഏജൻസോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതെ തന്നെയുള്ള ഒരു രീതിയാണ് പ്രകൃതിദത്തമായ ഒരു രീതി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് അവോയ്ഡിങ് ചാൻസസ് ഓഫ് ഓവം ആൻഡ് സ്പേം മീറ്റിംഗ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓവവും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ. ഫ്യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കണ്ടുമുട്ടണം. അപ്പൊ ആ കണ്ടുമുട്ടൽ ഒഴിവാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നാച്ചുറൽ മെത്തേഡ്സ് ദാറ്റ് പ്രിവെന്റ് ദ മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേം. അതില് 1ാമത്തെ മെത്തേഡ് ആയിട്ട് വരുന്നത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. ഇതൊന്ന് ശ്രദ്ധിക്കാം. പീരിയോഡിക് ആബ്സ്റ്റിനൻസ് is one such method in which the couples avoid or abstain from coitus from day 10 to 17 of the menstrual cycle when ovulation could be expected. അപ്പൊ നമ്മളൊന്ന് ആ മെൻസ്ട്രൽ സൈക്കിളിലേക്ക് ഒന്ന് ചിന്തിക്കണം. അതായത് മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മെൻസ്ട്രൽ സൈക്കിളിന്റെ മിഡിൽ അല്ലെ, അതായത് അറൌണ്ട് 14th day 28 ദിവസം കൂടുമ്പോ മെൻസ്ട്രൽ സൈക്കിൾ വരുന്ന ഒരാൾക്കാണെങ്കിൽ 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ. അപ്പൊ നമ്മൾ പറയാ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ അറൌണ്ട് 48 hours ഓവം അലൈവ് ആണെന്ന് പറയും. 2 ദിവസത്തേക്ക്
ഓവം അലൈവ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് അത് നശിച്ചു പോവാന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സമയമുണ്ട്. അപ്പൊ നമ്മൾ റിസ്ക് എടുക്കാതിരിക്കാൻ പറയും. ഒരു 14th ആണെങ്കിൽ 14th to 17th ഡേ എന്ന് പറയും. പിന്നെ ചില ആളുകൾക്ക് മെൻസ്ട്രൽ സൈക്കിൾ 25ാം ദിവസം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ മിഡ് ആയിരിക്കും ഓവുലേഷൻ. അപ്പൊ നമുക്ക് എത്ര ദിവസം കൂടുമ്പോഴാണോ കൃത്യമായിട്ട് മെൻസസ് വരുന്നത് അതിന്റെ മിഡിലാണ് ഈ ഓവുലേഷൻ. അപ്പൊ ആ ഭാഗത്ത് ഒരു 3-4 ദിവസമാണ് നമ്മൾ എന്ത് പറയാ ഫെർട്ടിലൈസേഷന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം. ദാറ്റ് ഈസ് പീക്ക് പീരീഡ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയുന്നത് 10 to 17 ഡേയ്സ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഏറ്റവും സേഫ്റ്റി നോക്കുകയാണ്. കാരണം നമ്മൾ ഈ മെത്തേഡ് കൂടി ഉപയോഗിക്കാൻ പോകുന്നത് എന്തിനാണ്? പ്രഗ്നൻസിയെ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടുന്ന രീതിയിൽ ചിലപ്പോ നമ്മുടെ സൈക്കിള് വന്നോളുന്നില്ല. നേരത്തെ വരാം, വൈകാം. അതനുസരിച്ച് ഓവുലേഷന്റെ സമയവും മാറും. വൈകുക എന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതുകൊണ്ടാണ് നമ്മൾ 10 to 17 ഡേയ്സ് എന്നുള്ളതിനെ പീക്ക് പീരീഡ് ആയി കണക്കിലെടുത്തുകൊണ്ട് ആ സമയത്ത് ഫെർട്ടിലൈസേഷന്റെ സാധ്യത കൂടുതലാണ് എന്ന് കണക്കിലാക്കിക്കൊണ്ട് അതിന് നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്നൊരു പേരും വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് സെക്ഷൽ ഇന്റർകോഴ്സിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനെ പറയുന്നതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. അതായത് കോയിറ്റസ് മീൻസ് സെക്ഷൽ കോണ്ടാക്ട്, ലൈംഗിക ബന്ധം. അപ്പോ ആ ഒരു 10 to 17 എന്നുള്ള പീക്ക് പീരീഡിനെ ഫെർട്ടൈൽ പീരീഡിന്റെ സമയത്ത് സെക്ഷൽ കോണ്ടാക്റ്റിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് അബ്സ്റ്റിനൻസ്. ഓക്കെ. അപ്പൊ പിന്നെന്താണ്? സ്പെർമും ഓവവും തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല, ഫെർട്ടിലൈസേഷന് സാധ്യതകളില്ല. ദെൻ അവിടെ എന്താണ്? നമ്മൾ വേറെ എക്സ്റ്റേണൽ ഡിവൈസസോ സാധനങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദെർ വിൽ ബി നോ സൈഡ് എഫക്ട്. ഓക്കെ. ഇനി പ്രശ്നം എന്താണ് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം. രണ്ടാമത്തെ വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് അത് എന്നുള്ളത്. ഇന്ററപ്റ്റ് ചെയ്യപ്പെടുകയാണ്, ലൈംഗിക ബന്ധം അവിടെ ഇന്ററപ്റ്റ് ചെയ്യുന്നു, സെക്ഷൽ കോണ്ടാക്റ്റിനെ ഇന്ററപ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ്. It is another method in which the male partner withdraws his penis from the vagina just before ejaculation so as to avoid insemination. നമ്മൾ ഇൻസെമിനേഷൻ എന്താണെന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? That means the transfer of sperms into female genital tract. That means വജൈനയിലേക്ക് സ്പേമുകളെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? ആ ഒരു സ്റ്റെപ്പിനെയാണ് അവിടെ തടയുന്നത്. അതായത് ഇജാക്കുലേഷൻ, സെമൻ പുറത്തോട്ട് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ സ്പേമുകൾ റിലീസ് ആകുന്നതിന് മുൻപ് തന്നെ എന്താണ് അവിടെ ആ കോയിറ്റസിനെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് പെനിസിനെ വജൈനയിൽ നിന്നും വിഡ്രോ ചെയ്യുന്നു. അതായത് അവിടെ ഇൻസെമിനേഷൻ തടയുന്നു, സ്പേമുകള് വജൈനയിലേക്ക് ഫീമെയിൽ ട്രാക്റ്റിലേക്ക് എത്തുന്നില്ല. സോ അവിടെ സംഭവിക്കുന്നത് ആ മീറ്റിംഗിനെ തടയുന്നു, സ്പെർമും ഓവവും തമ്മിലുള്ള മീറ്റിംഗിനെ തടയുന്നു, thereby preventing fertilization. ഇതിന്റെയൊക്കെ റിസ്കുകൾ ഉണ്ട്, നമുക്ക് ലാസ്റ്റ് നോക്കാം. Lactational amenorrhea, that is absence of menstruation. It is based on the fact that ovulation and therefore the cycle do not occur during the period of intense lactation. മാറിപ്പോയതാണ്, അങ്ങോട്ട് എടുക്കാം. ലാക്ടേഷൻ അമെനോറിയ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട് ദാറ്റ് ഓവുലേഷനും അതുപോലെ സൈക്കിൾ ഡു നോട്ട് ഒക്കർ ഡ്യൂ ടു പീരീഡ് ഓഫ് ഇന്റൻസ് ലാക്ടേഷൻ ഫോളോവിംഗ് പാർഫ്യൂഷൻ. അതായത് ഒരു ഡെലിവറി കഴിഞ്ഞു, ഒരു ഡെലിവറി കഴിഞ്ഞ അതിന്റെ നമുക്ക് ഒരു 6 മാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. ഇപ്പൊ ചില ആളുകൾക്ക് 1 വർഷം വരെയും 2 വർഷം വരെയും ഒന്നും മെൻസ്ട്രൽ സൈക്കിൾ പിന്നെ തുടങ്ങില്ല, അത്രയും ഗ്യാപ്പ് വരും റീസ്റ്റാർട്ട് ചെയ്യാൻ. ചില ആളുകൾക്ക് 1 മാസം കഴിയുമ്പോഴേക്കും തുടങ്ങിയെന്ന് വരാം. അപ്പോ നമുക്കറിയാം തീർച്ചയായിട്ടും ആ ഒരു ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്റൻസ് ലാക്ടേഷൻ, കുട്ടിയുടെ ഫുഡ് എന്ന് പറയുന്നത് അമ്മയുടെ പാല് മാത്രമാണ്. അപ്പൊ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് അവിടെ നടക്കുന്നത്, ഇന്റൻസ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്കറിയാം നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ബ്രസ്റ്റ് ഫീഡിംഗിന്റെ സമയത്ത് നമ്മുടെ പ്രൊലാക്റ്റിൻ ഒക്കെ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് എന്താണ് സംഭവിക്കുക? Ovulation. The method is based on the fact that ovulation and therefore the cycle do not occur. Ovulation and menstrual cycle ഒന്നും നടക്കുന്നില്ല. Therefore, as long as the mother breastfeeds the child fully, chances of conception are almost nil.
ഫെർട്ടിലൈസേഷന്റെ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ എപ്പോഴും പറയാണ് ഇത് however this method has been reported to be effective only up to a maximum period of 6 months following parturition. അതായത് ആദ്യത്തെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 6 മാസം വരെയാണ് ഇതിന്റെ ഒരു സമയം പറയുന്നത്. അതായത് അപ്പോഴാണ് ഇന്റൻസ് ബ്രസ്റ്റ് ഫീഡിങ് നടക്കുക. അപ്പൊ ആ സമയത്ത് ഓവുലേഷൻ മെൻസ്ട്രൽ സൈക്കിളും ഉണ്ടാകാറില്ല. ചിലർക്ക് ഉണ്ടാകുന്നവരുണ്ട്, എക്സെപ്ഷൻസ് ആർ ദർ അല്ലെ. അപ്പൊ ആ ഹോർമോൺ ചേഞ്ചസ് മൂലം അവിടെ ഫെർട്ടിലൈസേഷനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രീതിയാണ് ഈ പറഞ്ഞ ലാക്ടേഷണൽ അമനോറിയ. ഇനി as no medicines or devices are used in this method, side effects are almost nil. അപ്പൊ ഇതിന്റെ ഒരു മെറിറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? സൈഡ് എഫക്റ്റുകൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഡ്രോബാക്ക് ആയിട്ട് പറയാൻ ഫെയിലുവർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കൊരു 100% ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ 10 to 17, ഇപ്പൊ ഒരാൾക്ക് 40ാമത്തെ ദിവസമാണ് മെൻസ്ട്രൽ സൈക്കിൾ മെൻസസ് വരുന്നത്. അപ്പൊ അയാളുടെ ഓവുലേഷൻ പീരീഡ്, പീക്ക് പീരീഡ് എപ്പോഴാണ്? 20 ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞ സമയം എത്ര? 10 to 17 ആണ്. അപ്പൊ 20ലാണ് പീക്ക് സമയം. സോ ദർ വിൽ ബി ചാൻസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. അപ്പൊ അങ്ങനെ ഒരു കണക്ക് കൂട്ടലുകൾ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും സൈക്കിള് റെഗുലർ ആയിട്ട് വരുന്ന ആളുകൾക്ക് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു മാർഗമാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. ദെൻ ഈ വിഡ്രോവലിന്റെ പ്രശ്നം മേ ബി ഇജാക്കുലേഷന് മുന്നേ തന്നെ ചിലപ്പോ സെമൻ ഈ പറയുന്ന സ്പേമുകള് വജൈനയ്ക്ക് മേ ബി എത്താം ഇജാക്കുലേഷന് മുൻപ് തന്നെ. അപ്പൊ അവിടെയും ചിലപ്പോ എന്താണ് ഫെയിലിയർ ആവാൻ സാധ്യത വരാം. അതാണ് അതിന്റെ ഒരു പ്രശ്നം. പിന്നെ ലാക്ടേഷൻ അമനോറിയ പറഞ്ഞു, നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ നാച്ചുറൽ മെത്തേഡ്സിൽ പറയുന്ന ഒരു എന്താണ് ഇതിന്റെ ഡ്രോബാക്ക് എന്ന് ചോദിച്ചാൽ ഇതാണ്, ചാൻസസ് ഓഫ് ഫെയിലിയർ കൂടുതലാണ്. രണ്ടാമത്തെ കേസാണ് ബാരിയർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ബാരിയർ മെത്തേഡ്സ് സംഭവിക്കുന്നത് എന്താ? പേരെന്ന് അറിയാലേ, ഓവം ആൻഡ് സ്പേംസ് ആർ പ്രിവെന്റഡ് ഫ്രം ഫിസിക്കലി മീറ്റിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ്. നേരത്തെ അവിടെ പറഞ്ഞതേ കാര്യമാണ്, ഓവവും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യുന്നതിന് തടയുന്നു യൂസിംഗ് ബാരിയേഴ്സ്. Such methods are available for both males and females. മെയിലിനും ഫിമെയിൽസിനും ഉപയോഗിക്കാവുന്ന മെത്തേഡ്സുകളുണ്ട്. അതിലൊന്നാമത്തെ നോക്കാം. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള യൂസിൽ വരുന്ന ഒന്നാണ് കോണ്ടംസ്. ഈ ഗർഭനിരോധന ഉറകൾ എന്ന് പറയുന്ന സാധനമാണിത്. അപ്പൊ അതില് തിൻ റബ്ബർ ലാറ്റക്സ് ഷീറ്റ് ആയിരിക്കും. പെനിസിനെ കവർ ചെയ്യാനാണ് മെയിൽസിൽ ഉപയോഗിക്കുക. ഫിമെയിൽസിലാണെങ്കിൽ വെജൈന ആൻഡ് സെർവിക്സ് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെയും ഇത് കോമൺ ആയിട്ട് മെയിലില് യൂസ് ചെയ്യുന്ന കോണ്ടംസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദർ ഇസ് ഓൾസോ ഫോർ ഫിമെയിൽസിൽ ഉപയോഗിക്കാവുന്നതുമുണ്ട്. ജസ്റ്റ് ബിഫോർ കോയിറ്റസ് സോ ദാറ്റ് ദി ഇജാക്കുലേറ്റഡ് സെമൻ. ഇപ്പൊ ഫിമെയിലാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ മെത്തേഡ് കോണ്ടംസിൽ എന്താണ്, ആ ഇജാക്കുലേറ്റ് ചെയ്തപ്പെടുന്ന സെമൻ അതുവഴി സ്പേമുകള് എവിടേക്ക് എത്തുന്നില്ല? ഫിമെയിലിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇത്. സോ അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഈ കൺസെപ്ഷനെ, അതായത് പ്രഗ്നൻസി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുകൂടെ പറയാം, മെയില് ഫിമെയില് യൂസ് ചെയ്യുന്നതിന്റെ കോണ്ടംസ് കോമൺ ആയിട്ട് യൂസബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്നത് സെമൻ, ഇജാക്കുലേറ്റ് ചെയ്യപ്പെടുന്ന സെമൻ എന്ത് ചെയ്യുന്നില്ല? ഫിമെയിൽ ട്രാക്റ്റിലേക്ക് എത്തുന്നില്ല. അതായത് നമ്മൾ ബാരിയർ ഉപയോഗിച്ച് തടയുന്നത് ബാരിയർ മെത്തേഡ്. നിരോധ്, കോമൺ ആയിട്ട് സ്കാൻ പ്രിവെന്റ് കൺസെപ്ഷൻ. നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ് കോണ്ടം ഫോർ ദി മെയിൽ. മെയിൽ ഉപയോഗിക്കുന്നതാണ് നിരോധ് എന്നുള്ള പേരുള്ളത്. The use of condom has increased in recent years due to its additional benefits. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോണ്ടംസ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇപ്പൊ എന്താണ്? ഗർഭധാരണ തടയാൻ. ഇറ്റ്സ് ഓൺലി വൺ ഓഫ് ദ യൂസ്. അപ്പൊ വേറെ എന്താ യൂസ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ഫ്രം STDs, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആൻഡ് എയ്ഡ്സ്. അതുപോലെ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് STD. അത്തരം രോഗങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇത് വളരെ സഹായകമാണ്. പിന്നെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ടംസ് ആർ ഡിസ്പോസബിൾ, ക്യാൻ ബി സെൽഫ് ഇൻസേർട്ടഡ് ആൻഡ് thereby gives privacy to the user. അതായത് മെയിലിന് വേണ്ടി മെയിലിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫീമെയിലിൽ യൂസ് ചെയ്യാവുന്നതുണ്ട്. ഇത് ഡിസ്പോസബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം, സെൽഫ് ഇൻസേർട്ടഡ് ആണ്. ഇപ്പൊ നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്ന ചില മെത്തേഡ്സ് ഒക്കെ നമ്മളൊരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ നഴ്സിന്റെയോ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്കത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ അത് നമ്മുടെ പ്രൈവസിയെ തടയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ കോണ്ടംസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് സെൽഫ് ഇൻസേർട്ടഡ് ആണ്. സോ ഇത് ആ യൂസറിന് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതും പിന്നെ ഡിസ്പോസബിൾ ആണ് എന്നുള്ളതും കൂടെ ഇതിന്റെ മെറിറ്റിൽ വരുന്ന കാര്യമാണ്. ഫെയിലുവർ സാധ്യത കുറവുമാണ്. ഇതാണ് കോണ്ടം. ചിത്രം ഇവിടെ കാണിക്കാൻ കാരണം ചിലപ്പോ എക്സാമിന് ചിത്രം തന്നിട്ട് ചോദിക്കാറുണ്ട്. ഇത് വളരെ ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യമാണെങ്കിൽ പോലും പക്ഷേ എന്താ പറയാ, നമ്മൾ മൂടി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അത് മോശമാകുമോ എന്നല്ലേ നമ്മൾ ഒളിഞ്ഞും പാത്തും അറിയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പെടുന്നതാണ്. അപ്പൊ ഇത് കോണ്ടംസ് ആണ്. കോണ്ടംസ് പിന്നെ ഇത് ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് മെയിലിൽ യൂസ് ചെയ്തത്, മറ്റത് ഫീമെയിലിൽ യൂസ് ചെയ്തതുമാണ്. കോണ്ടംസിന്റെ ഗുണങ്ങൾ ഒന്ന് പ്രഗ്നൻസിയെ തടയാൻ ഉപയോഗിക്കുന്നു, 2 ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു, 3ാമത്തത് ചാൻസ് ഓഫ് ഫെയിലുവർ കുറവാണ്, 4ാമത്തത് എന്താണ്, 4th വൺ ഈസ് സെൽഫ് ഇൻസേർട്ടഡ് ആണ്, ഡിസ്പോസബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, സെൽഫ് ഇൻസേർട്ടഡ് ആയതുകൊണ്ട് തന്നെ യൂസറിന് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഡയഫ്രം, സെർവിക്കൽ ക്യാപ്സ് ആൻഡ് വോൾഡ്, ഇതും ബാരിയർ മെത്തേഡിൽ വരുന്നതാണ്. It is inserted into the female reproductive tract to cover the cervix during coitus. സെർവിക്സിനെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് സെർവിക്കൽ ക്യാപ്പ്. അതും പ്രിവെന്റ് കൺസപ്ഷൻ ബൈ ബ്ലോക്കിംഗ് ദ എൻട്രി ഓഫ് സ്പേം ത്രൂ ദ സെർവിക്സ്. സെർവിക്സിലൂടെ ഉള്ള സ്പേമിന്റെ എൻട്രിയെ തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയഫ്രം, വോൾട്ട് ആൻഡ് സെർവിക്കൽ ക്യാപ്സ്. പേരുകളൊന്ന് ശ്രദ്ധിക്കാം. കാരണം നിങ്ങൾക്ക് എക്സാമിന് ഓഡ് 1 ഔട്ട് ചോദിക്കും, പേരുകൾ തന്നിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറയും. ഇപ്പൊ ഇതില് ബാരിയർ മെത്തേഡിൽ പെടാത്തത് ഏത്, അത് നാച്ചുറൽ മെത്തേഡിൽ പെടാത്തത് ഏത്, നാച്ചുറൽ മെത്തേഡിന് 2 ഉദാഹരണങ്ങൾ എഴുതുക, എന്താണ് അതിന്റെ മെറിറ്റ്, എന്താണ് ഡീമെറിറ്റ്, അതെങ്ങനെ ഫെർട്ടിലൈസേഷനെ തടയുന്നു. കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം. വെറുതെ കൊടുക്കുന്നതല്ലോ ഇങ്ങനെ ഒരു ചാപ്റ്റർ ക്ലാസ്സിൽ പഠിക്കാൻ. അപ്പൊ ഡയഫ്രം, സെർവിക്കൽ ക്യാപ്സ് ആൻഡ് വോൾട്ട്. Then spermicidal cream, jellies and foams. They are usually used along with these barriers to increase their contraceptive efficiency. അതും ഇതിന്റെ കൂടെ തന്നെ, ബാരിയേഴ്സിന്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്നതാണ് അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. പേര് തന്നെ അറിയാം, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇൻട്രാ മീൻസ് ഇൻസൈഡ്, യൂട്രസിന്റെ അകത്തേക്ക്. യൂട്രസിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡ്സുകളാണ് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഡോക്ടറുടെയോ നഴ്സിന്റെയോ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഒറ്റയ്ക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ഹെൽപ്പോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. These devices are inserted by doctors or expert nurses in the uterus through the vagina. യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. IUD എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. അടുത്തത് ആ ഡിവൈസസ് തന്നെ നമുക്ക് പല തരത്തിലുള്ളത്. 1 നോൺ മെഡിക്കേറ്റഡ്, 2 കോപ്പർ റിലീസിംഗ്, 3 ഹോർമോൺ റിലീസിംഗ്. ഇത് ചോദിക്കുന്നതാണ്. നോൺ മെഡിക്കേറ്റഡ് IUDസിന് എക്സാമ്പിൾസ് ആണ് ലിപ്സ് ലൂപ്പ്, പേര് ശ്രദ്ധിക്കണം. കോപ്പർ റിലീസിംഗ് ആണ് കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375, കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. ഹോർമോൺ റിലീസിംഗ് പ്രൊജസ്റ്റാസേർട്ട്, LNG-20. പേരുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എക്സാമ്പിൾസ് ചോദിക്കുന്നതാണ്. അപ്പൊ നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിംഗ്, ഹോർമോൺ റിലീസിംഗ്. ഇനി എങ്ങനെയാണ് IUDs വർക്ക് ചെയ്യുക? They increases phagocytosis of sperm within the uterus and copper ions released to suppress the sperm motility and the fertilizing capacity of sperm. അതായത് IUDകൾ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പെർം. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയിങ് ബൈ എൻഗൾഫിംഗ്, വിഴുങ്ങി നശിപ്പിക്കുകയാണ്. സ്പേമുകളെ ഫാഗോസൈറ്റോസിസ് വഴി നശിപ്പിക്കുന്നു. വേറെ നമ്മൾ കോപ്പർ T, കോപ്പർ 7 എന്ന് പറഞ്ഞിട്ട് കോപ്പർ കണ്ടെയ്നിങ് ആണ്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഈ കോപ്പർ അയൺസ് സ്പേം മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യുന്നു. അതുവഴി സ്പേമുകളുടെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റിയെയും അത് എന്ത് ചെയ്യുന്നു? സപ്രസ് ചെയ്യുന്നു. ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. 1 സ്പേമുകളെ ഫാഗോസൈറ്റോസിസ് വഴി നശിപ്പിക്കുന്നു. 2ാമത്തേത് കോപ്പർ അയൺസ് റിലീസ് ചെയ്യുന്ന കോപ്പർ അയണുകൾ സ്പേമുകളുടെ മോട്ടിലിറ്റിയെ കുറയ്ക്കുകയും അവരുടെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ചോദിക്കൂട്ടോ എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ കോപ്പർ T, കോപ്പർ 7 ആൻഡ് മൾട്ടിലോഡ് 375 ആണ് ഇതിന് എക്സാമ്പിള് കോപ്പർ റിലീസിംഗ് IUDസിന്.
ഇനി ഹോർമോൺ റിലീസിംഗ് ആണെങ്കിൽ അവരെന്താ ചെയ്യാ, അവരൊരു പണിയും കൂടെ ചെയ്യും. ദേ മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നാലും അതൊരു പ്രഗ്നൻസിയായി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്താണ്, ഇംപ്ലാന്റേഷൻ നടക്കണം. അപ്പൊ ഇവരെന്താ ചെയ്യാ, ആ എൻഡോമെട്രിയത്തിലെ യൂട്രസിനെ ഇംപ്ലാന്റേഷന് അനുയോജ്യമല്ലാതെ ആക്കി തീർക്കുന്നു. They make the uterus unsuitable for implantation and the cervix hostile to the sperms. അപ്പൊ അങ്ങനെയാണ് ആക്ട് ചെയ്യുക, ഹോർമോൺ റിലീസിംഗ് IUD. ഇനി IUDs are ideal contraceptives for the females who want to delay pregnancy and or space children. നമുക്ക് യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഫീമെയിൽസിലാണ് ഇത് യൂസ് ചെയ്യുക. അപ്പൊ അത് ഐഡിയൽ കോൺട്രസെപ്റ്റീവ്സ് ആണ് ആർക്ക്, who want to delay pregnancy. നേരത്തെ പറഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ട് മതി ഒരു പ്രഗ്നൻസി, അങ്ങനെയുള്ള ആളുകൾക്കും സ്പേസ് ചിൽഡ്രൻ കുട്ടികൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് കൂട്ടുക. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് IUDs. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചിത്രം തന്നിട്ട് ചോദിക്കാറുണ്ട്. ഇത് കോപ്പർട്ടിയാണ്, ചിത്രം ശ്രദ്ധിക്കുക. ഓറൽ കോൺസെപ്റ്റീവ്സ് പറഞ്ഞാൽ നമുക്കറിയാം വായിലൂടെ കഴിക്കുന്നതാണ്. ചെറിയ ഡോസസ് ഓഫ് പ്രൊജസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോംപ്ലക്സ്, ഈസ്ട്രോജന്റെ പ്രൊജസ്ട്രോണിന്റെയും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാബുകൾ ഓറൽ ആയിട്ട് കഴിക്കുന്നതാണ് ഓറൽ കോൺട്രസെപ്റ്റീവ്സ്. ഇതിനെ സാധാരണയായിട്ട് പിൽസ് എന്ന് പറയും. ഫീമെയിൽസ് ആണ് യൂസ് ചെയ്യുക. ദേ ആർ യൂസ്ഡ് ഇൻ ദി ഫോം ഓഫ് ടാബ്ലറ്റ്സ് ആൻഡ് പോപ്പുലർലി കോൾഡ് പിൽസ്. ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇംപ്ലാന്റേഷനെ തടയുക, അതൊക്കെയാണ്. അതായത് സെർവിക്കൽ മ്യൂക്കസിനെ സ്പേമിന്റെ, അതായത് സെർവിക്സിലെ മ്യൂക്കസ്, സെർവിക്സ് ചെറിയൊരു എന്താ പറയാ ഒരു സെക്രീഷനാണ്, അവിടെ ലൂബ്രിക്കേഷൻ ഒക്കെ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ആ ഭാഗം എന്താണ്, ഈ സ്പേമുകളുടെ എൻട്രിയെ തടയുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, സെർവിക്സ് വഴി സ്പേമുകളെ കടത്തി വിടാതിരിക്കുക. അതുപോലെ തന്നെ യൂട്രസ് ഇംപ്ലാന്റേഷൻ അൺസ്യൂട്ടബിൾ ആക്കുക. ഇതൊക്കെയാണ് ആര് ചെയ്യുക, ഈ പറയുന്ന പിൽസ് ചെയ്യുന്ന പണി. പിൽസ് ആർ വെരി ഇഫക്റ്റീവ് വിത്ത് ലെസ്സർ സൈഡ് ഇഫക്റ്റ് ആൻഡ് ആർ വെൽ ആക്സെപ്റ്റഡ് ബൈ ഫീമെയിൽസ്. ഇത് പറഞ്ഞ രീതിയിൽ പിൽസ് ഗുളികെടുത്ത് കഴിക്കാൻ നമുക്ക് ആദ്യ സഹായം ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ എന്താണ് ഫീമെയിൽസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. സൈഡ് എഫക്ട്സ് കുറവാണ്. സഹേലി, ദ ന്യൂ ഓറൽ കോൺട്രസെപ്റ്റീവ് ഫോർ ദി ഫീമെയിൽ കണ്ടെയ്ൻ എ നോൺ സ്റ്റിറോയിഡ്. അപ്പൊ ഈ ടാബ്ലറ്റ്സുകളുടെ ഒക്കെ പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ സ്റ്റിറോയിഡ് കണ്ടന്റ് കൂടുതലായിരുന്നു. ഈ സ്റ്റിറോയിഡ് കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ അത് പിന്നീട് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. നമ്മുടെ ശരീരം പറയുമ്പോൾ വണ്ണം വെക്കണമെന്ന് അല്ലെങ്കിൽ നമുക്ക് വേറെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഈ പറഞ്ഞ പിൽസുകൾക്ക് ഒരു നെഗറ്റീവ് ഇതുണ്ടായിരുന്നു. അപ്പൊ അതല്ലാതെ നോൺ സ്റ്റിറോയിഡ് പ്രിപ്പറേഷൻ ആയിട്ട് വന്ന ഒരു കോൺട്രസെപ്റ്റീവ് ആണ് സഹേലി. വൺസ് എ വീക്ക് പിൽ, ആഴ്ചയിൽ ഒരു ഗുളിക. വെരി ഫ്യൂ സൈഡ് എഫക്ട്സ് ആൻഡ് ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ. ലെസ്സർ സൈഡ് എഫക്ട്, ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ ആണ്, നോൺ സ്റ്റിറോയിഡൽ ആണ്, ദെൻ എന്താണ് വൺസ് എ വീക്ക് ആണ്. ഇതാണ് അതിന്റെ ഗുണം. ഇനി ഇംപ്ലാന്റ്സ് ഓർ ഇഞ്ചക്ഷൻസ്. ഈ ഇംപ്ലാന്റ്സ് പറഞ്ഞാല് നമ്മൾ സ്കിന്നിനടിയിൽ, ജസ്റ്റ് സ്കിന്നിനടിയിൽ ഈ പറയുന്ന രീതിയിലുള്ള ഹോർമോൺ കണ്ടന്റ് ഉള്ള ഒരു കാര്യം ഈ ഇംപ്ലാന്റ് ചെയ്യുക. അതാണ് അതിന്റെ ഇംപ്ലാന്റ് പേര് വരാൻ കാരണം. പ്രൊജസ്ട്രോൺ എലോൺ ഓർ ഇൻ കോമ്പിനേഷൻ വിത്ത് ഈസ്ട്രോജൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ബൈ ഫീമെയിൽ ആസ് ഇഞ്ചക്ഷൻ ഓർ ഇംപ്ലാന്റ്സ് അണ്ടർ ദി സ്കിൻ. ഒന്നുകിൽ ഇഞ്ചക്ഷന്റെ രീതിയിൽ അല്ലെങ്കിൽ സ്കിന്നിനടിയിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ചിത്രം കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഡയഗ്രാം, ഇംപ്ലാന്റ് ചിത്രം. അപ്പൊ ഇതാണ് ഇംപ്ലാന്റ്സ് ഇഞ്ചക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പിൽസിന്റെ പോലെ തന്നെയാണ് ആക്ഷൻ. ഇഫക്റ്റീവ് ആണ് കൂടുതൽ നാളത്തേക്ക്, ഇഫക്റ്റീവ് ഫോർ ലോങ്ങർ പീരീഡ്, ഇഫക്റ്റീവ് പീരീഡ്സ് ആൻഡ് മച്ച് ലോങ്ങർ. ഇനി അടുത്ത വണ്ണാണ് സർജിക്കൽ മെത്തേഡ്സ്. സർജിക്കൽ മെത്തേഡ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു, മറ്റുള്ള മെത്തേഡ്സിനെ അപേക്ഷിച്ച് റിവേഴ്സബിലിറ്റി വളരെ കുറവുള്ള ഒരു മെത്തേഡാണ്. സാധാരണ നമ്മളിപ്പോ സർജിക്കൽ മെത്തേഡ്സിലൊക്കെ പോവുക എന്താണ്, ഇനി കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ നമ്മൾ പോവാ ഒരു സർജിക്കൽ മെത്തേഡ്സിലേക്ക് പോവാ. അപ്പൊ സർജിക്കൽ മെത്തേഡ്സ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റെറിലൈസേഷൻ. It is advised for the male and female partner as a terminal method to prevent any more pregnancies. ഇനി പ്രഗ്നൻസി വേണ്ട, അപ്പൊ ടെർമിനൽ അവസാനിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് സർജിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. അപ്പൊ ഇതെന്താ ചെയ്യാ, ഇറ്റ് ബ്ലോക്ക് ദ ഗാമേറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് thereby prevent conception. അതായത് ഇപ്പൊ ഫീമെയിലിൽ ചെയ്യുമ്പോ എന്താണ്, ഈ സ്പേമുകള് ഫീമെയിലിലേക്ക് അവിടെ നമ്മളെവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം പറഞ്ഞല്ലോ, അവിടെ ഇതിനെ എത്തില്ല എന്നുള്ള ഗാമേറ്റ്സുകളെ ബ്ലോക്ക് ചെയ്യാം.
അപ്പോ ഫീമെയിൽസിലാണെങ്കിലും മെയിൽസിലാണെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറയാം, ആ ഒരു ട്രാൻസ്പോർട്ടിനെ, ഗ്യാമറ്റിന്റെ ട്രാൻസ്പോർട്ടിനെ ബ്ലോക്ക് ചെയ്യാണ്. ഇപ്പൊ ഫീമെയിൽസിലാണെങ്കിൽ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഓവം എന്ത് ചെയ്യുന്നു, അത് അവിടെ തന്നെ നശിച്ചു പോവുകയാണ്. പിന്നെ അതിന് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല. ഇപ്പൊ മെയിലാണെങ്കിൽ അതെ, സെമിനിഫറസ് ട്യൂബുകളിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന സ്പേമുകൾ അത് വഴിയിൽ വെച്ച് നശിപ്പിക്കപ്പെടുന്നു. താഴ്ചയായിട്ട് നമ്മുടെ പേസിന്റെ ആ ഭാഗത്തേക്കൊന്നും എത്താത്ത രീതിയിൽ അതിന്റെ ട്രാൻസ്പോർട്ടിനെ തടയുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത, സർജിക്കൽ ഇന്റർവെൻഷൻ. നോക്കാം നമുക്ക് എങ്ങനെയാണ്. മെയിലില് പറയുന്നതാണ് വാസെക്ടമി ആൻഡ് ഫീമെയിലിൽ പറയുന്ന പേരാണ് ട്യൂബക്ടമി. വാസെക്ടമി ഇൻ മെയിൽസ് ആൻഡ് ട്യൂബക്ടമി ഇൻ ഫീമെയിൽസ്. വാസെക്ടമിയിൽ എന്താ ചെയ്യുന്നത്, എ സ്മോൾ പാർട്ട് ഓഫ് വാസ് ഡിഫറൻസ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഓൺ ദി സ്ക്രോട്ടം. സ്ക്രോട്ടത്തിലൂടെ ഉണ്ടാക്കുന്ന ചെറിയൊരു ഇൻസിഷനിലൂടെ ഈ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ചെറിയൊരു ഭാഗം റിമൂവ് ചെയ്യുക. നമ്മൾ ശരിക്കും കട്ടിംഗ് ആൻഡ് ടൈനിങ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതാണ് വാസെക്ടമി. മെയിലിലാണ് യൂസ് ചെയ്യുന്നത്. ചിത്രം നോക്കുക, ഡയഗ്രാം തന്നിട്ട് എക്സാമിന് ചോദിക്കും. ഈ ട്യൂബ് ഇങ്ങനെ കണ്ടിന്യൂഷൻ ആണ്. ഇങ്ങനെ കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങോട്ട് പോവുക അല്ലെ. അപ്പൊ ഇതെന്താ ചെയ്യാ, ഈ കണ്ടിന്യൂഷൻ ഇങ്ങനെ പോകേണ്ട സാധനമാണ് അല്ലെ, ഇത് ഇങ്ങനെ പോകേണ്ടതാണ്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ടെസ്റ്റിസ് വന്ന് ഇങ്ങനെ വാസ് ഡിഫറൻസ് വഴി പോയി ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് അത് തടയുകയാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് അത് കട്ടിങ് ആൻഡ് ടൈലിങ് അവിടെ നടന്നു. അപ്പൊ എന്താണ്, സ്പേമിന്റെ ട്രാൻസ്പോർട്ട് ബ്ലോക്കായി. അപ്പൊ എന്താണ്, സ്പേമുകള് പുറത്തേക്ക് വരുന്നില്ല. ഇതാണ് മെയിലില്. ഇനി ഫീമെയിലാണെങ്കിലോ, എ സ്മോൾ പാർട്ട് ഓഫ് ദി ഫലോപ്പിയൻ ട്യൂബ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഇൻ ദി അബ്ഡോമൻ ഓർ ത്രൂ വജൈന. ഇതിലെങ്ങനെയാണ് നടക്കുന്നത്, ഇവിടെ നമ്മുടെ ഈ ഫലോപ്പിയൻ ട്യൂബ് ഓവിഡക്ട് എന്താ അവിടെ കട്ട് ചെയ്യാനുള്ള കാരണം, അതായത് ഇവിടുന്ന് ഓവറിൽ നിന്ന് ഓവർ റിലീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു ഇതുവഴിയാണ് ഈ ഓവിഡക്ട് എന്ന് പറയുന്ന ഫലോപ്പിയൻ ട്യൂബ് വഴി ഇങ്ങനെ പോകുമ്പോഴാണ് ഇവിടുന്ന് ആരുമായി കാണുക, സ്പേമുമായി കണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോ എന്താ സംഭവിക്കുക, ഈ നമ്മുടെ ഓവത്തിന്റെ ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടിനെ തടയുന്നു. ഫെലോപ്പിയൻ ട്യൂബ് ടൈഡ് ആൻഡ് കട്ട്. അപ്പൊ ഓവം അവിടെ തന്നെ നശിച്ചു പോവുകയാണ്. ആരുമായിട്ട് കണ്ടുമുട്ടുന്നില്ല, സ്പേമുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അപ്പൊ ഇതാണ് ട്യൂബക്ടമി. ട്യൂബക്ടമി കട്ടിംഗ് ആൻഡ് ടൈലിംഗ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. ആൻഡ് ദിസ് വൺ ഈസ് വാസെക്ടമി. ഇവിടെ വാസ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്തിട്ട് ടൈ ചെയ്യുന്നത്. ദീസ് ടു മെത്തേഡ്സ് ആർ, നമുക്ക് പറയാം ഇറിവേഴ്സിബിൾ തന്നെ പറയാം. കാരണം എന്താ വെച്ചാല് വളരെ ലോ ചാൻസസ് ആണ് തിരിച്ചിലെ. റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ടെർമിനൽ മെത്തേഡാണ്, സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്, നോർമൽ പ്രഗ്നൻസി എന്നുള്ള ആളുകളാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ മെത്തേഡ്സും നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. സോ ദിസ് ഇസ് എൻഡ് ഓഫ് ദി കോൺട്രസെപ്റ്റീവ്സ്. കോൺട്രസെപ്റ്റീവ്സ് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്ന ഭാഗമാണ്. കുട്ടികൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ മാത്രമല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മെത്തേഡ്സിന് ഒന്നുകൂടെ ഞാൻ പറയാം. നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട്, ബാരിയർ മെത്തേഡ്സ്, IUDs ഉണ്ട്, ദെൻ ഓറൽ കോൺട്രസെപ്റ്റീവ്സ്, ഇഞ്ചക്ഷൻ ആൻഡ് ഇംപ്ലാന്റ്സ് ആൻഡ് സർജിക്കൽ മെത്തേഡ്സ് അല്ലെ. ഓരോ മെത്തേഡ്സ് എന്താണെന്ന് പറഞ്ഞു, അതിൽ വരുന്ന ടൈപ്സുകൾ പറഞ്ഞു, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഭാഗം നന്നായി പഠിക്കുക. അടുത്തത് നമുക്കറിയാം ഇതിനുമായി അനുബന്ധമുള്ള ഒരു ഭാഗം തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോഴേക്കും ഈ ഭാഗങ്ങൾ പഠിക്കുക. നോട്ട്സ് വേണ്ടവരത് എഴുതിയെടുക്കാം. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.